ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബട്ടർ നാന്റെ റെസിപ്പിയാണ്. ബട്ടർ നാൻ പല രീതിയിൽ ചെയ്തിട്ടെടുക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രീതിയാട്ടാ കാണിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും എല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതാ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിൽ 2 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിന്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈസ്റ്റിന് പകരം ഇതിൽ ബേക്കിംഗ് പൗഡർ ആട്ടാ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാട്ടാണ് ഞാനിപ്പം ചേർത്തത്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. ഞാനിപ്പോൾ പാലിലാട്ടാ കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി പാല് ആവശ്യം വന്നുകൊണ്ട് കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയാട്ടാ കുഴച്ചിട്ടെടുത്തത്. അപ്പൊ ഇതാ ഞാൻ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ അങ്ങനെ കുഴച്ചിട്ടെടുക്കാം. ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ കുറെ ടൈം ഒന്നും വെക്കണ്ട, ഒരു 15 മിനിറ്റ് അങ്ങനെ മതി. നമ്മളിതാ ഈ ഒരു ഡോ വെച്ച് കൊടുക്കുന്ന ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അതുപോലെ ഈ ഒരു ഡോന് മേലെയും കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയി പോകാണ്ട് നോക്കണം. അപ്പൊ ഇതാ ഇപ്പൊ ഞാനിത് എടുക്കുന്നത് ഒരു 15 മിനിറ്റിന് ശേഷം കേട്ടോ. നമ്മുടെ ഡോ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയി വന്നിന്. നമുക്ക് ഇനി ഇത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാട്ടാ ബോൾസ് ആക്കി എടുത്തത്. നമ്മുടെ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ അങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ കുറച്ചൊന്ന് പരത്തിയിട്ട് വരുന്ന ആ ഒരു സമയത്ത് ഇനി ഇതിന് മേലേക്ക് കുറച്ചൊന്ന് നമുക്കൊന്ന് മല്ലിയില വെച്ച് കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ മല്ലിയില വെച്ച് കൊടുത്ത ശേഷം അതിന് മേലെയായിട്ട് നല്ലോണം ഒന്നങ്ങ് പരത്തി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് ഒരു ഓവൽ ഷേപ്പിലാട്ടോ പരത്തിയെടുത്തത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാനുണ്ട്. അതിനു വേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പരത്തിയെടുത്ത് ആ ഒരു നാന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടിട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തി ചൂടുന്ന ആ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. അപ്പൊ ഇതാ ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇത് ആകുമ്പോൾ ചപ്പാത്തി ചൂടുന്ന അതേ രീതിയിൽ തന്നെ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതാ 2 സൈഡും ആയി വന്നിന്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പൊ നമ്മള് ബട്ടർ നാന് റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ കൂടെ ആയാലും ബീഫിന്റെ കൂടെ ആയാലും എല്ലാം നല്ല കോംബോ തന്നെയാ. ഞാനിപ്പോൾ ഇതിന്റെ കൂടെ അൽഫാമാട്ടാ ചെയ്തത്. അൽഫാമിന്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ അതൊന്നും അങ്ങനെ കണ്ടു നോക്കാം. അപ്പൊ നമ്മളെ ബട്ടർ നാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.